ശാന്തി. ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ ലൈറ്റ് ബ്ലൂ കളർ കാണുന്നു, സുഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നു, നല്ലൊരു മ്യൂസിക് കേൾക്കുന്നതായിട്ടുള്ള ഫീലിംഗ് എനിക്കുണ്ടാവുന്നു, ശരീരത്തിൽ ഭ്രൂമധ്യത്തിലൊരു സെൻസേഷൻ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നട്ടലിൽ സെൻസേഷൻ അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ധ്യാനം അഭ്യസിക്കാൻ തുടങ്ങുന്ന പലർക്കും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇന്ന് നിങ്ങൾക്കതിനുള്ള ഉത്തരം പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ ജീവാത്മാവിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, മീൻസ് ഓരോ ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസ് അനുസരിച്ച്, വ്യത്യസ്തതയ്ക്കനുസരിച്ച്, ആ വൈവിധ്യത്തിൻ്റെ ആധാരത്തിൽ ചിലർക്ക് ശരീരത്തിലുള്ളതായിരിക്കുന്ന എക്സ്പീരിയൻസിലൂടെ അഥവാ സെൻസേഷനിലൂടെ ആയിരിക്കും നമ്മുടെ ആത്മാവിൻ്റെ സങ്കേതങ്ങൾ ഫീൽ ചെയ്യുന്നത്. ചിലർ അവർ വിഷണറി ആയിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അവർക്ക് നിറങ്ങളുടെ രൂപത്തിലുള്ളതായിരിക്കുന്ന സെൻസേഷനായിരിക്കും അനുഭവിക്കുക. ചിലർ സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അവർക്ക് ശബ്ദത്തിൻ്റെ രൂപത്തിലായിരിക്കും അവരുടെ ആത്മചേതന ഉണരുന്ന സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭൂതികൾ. അതിൽ എന്തിൻ്റെ ആധാരത്തിൽ ഓരോരുത്തർക്കും, ചിലർക്ക് സംഗീതമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അഥവാ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവർക്ക് മെഡിറ്റേഷൻ്റെ ആത്മദേഹത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, അഥവാ ആ കോൺഷ്യസ് ലെവൽ, ഡിറ്റാച്ച്ഡ് ആവാൻ ചേർത്തം മാറിപ്പോവാന്നൊന്നുമല്ല, നമ്മുടെ കോൺഷ്യസ് ലെവൽ, ബോധമണ്ഡലം ഈ ദേഹം എന്ന ഭൗതികതയുടെ ബന്ധനത്തിൽ നിന്ന് കുറച്ചൊന്ന് സ്വതന്ത്രമാവാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ സവിശേഷമായി ഇഷ്ടപ്പെടുന്ന ഗുണം അത് നമുക്ക് ഉണർന്ന അവസ്ഥയിലേക്ക് എത്തും. അവർക്ക് ആ മെഡിറ്റേഷൻ്റെ സ്റ്റേജിലേക്ക് അറിയുമ്പോഴത്തേക്കും എന്തോരൊക്കെയോ ഞാൻ നല്ല നല്ല സംഗീതങ്ങൾ കേൾക്കുന്നു എന്ന അനുഭൂതി പലരും പറയാറുണ്ട്. ചില ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നാഭി ചക്രത്തിൽ, അല്ലെങ്കിൽ മൂലധാര ചക്രത്തിൽ, ആജ്ഞാചക്രത്തിൽ, ഇങ്ങനെയൊക്കെ ഓരോ ചക്രങ്ങൾ എനിക്കൊരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പലർക്കും ഇരുപുരുകങ്ങൾക്കും മധ്യത്തുള്ള ഈ സ്ഥാനത്ത് ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിരിക്കുന്ന അവസ്ഥകളിലേക്കും അതുകൊണ്ടുള്ളതായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കുമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ സെൻസേഷനിലൂടെ ആത്മാ ഊർജം ഈ ശരീരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട്, ഫീൽ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം വിഷണറീസിനായിരിക്കും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും കളറുകളുടെ രൂപത്തിലായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അഥവാ റെഡ് കളറിലാണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക, മൂലധാര ചക്രത്തിൽ നിന്നാണ് ഊർജ്ജം റിലീസായിരിക്കുന്നത്. അത് അവരുടെ മൂന്നാമത്തെ കണ്ണിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത്, തേർഡ് ഐയിൽ വരുന്ന സമയത്ത് അവർക്ക് റെഡ് കളറായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഓറഞ്ച് കളറിലാണെങ്കിൽ സ്വാധിഷ്ഠാന ചക്രമാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതായത് പ്യൂരിറ്റി എന്ന ഗുണം അവരിൽ ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങുന്നു. അതാണ് അവർക്ക് ഓറഞ്ച് കളറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അധിക ആളുകളും ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ, വയലറ്റ് ഒക്കെയാണ് പറയാറ്. ബ്ലൂ കളറാണെന്ന് വെച്ചാൽ അർത്ഥം ലൈറ്റ് ബ്ലൂ കളറാണെങ്കിൽ അവരുടെ വിശുദ്ധ ചക്രത്തിൽ നിന്നാണ് ഊർജ്ജം സ്വതന്ത്രമാകുന്നത്. അതുകൊണ്ട് ശാന്തിയുടെ ഗുണം അവരിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങുന്നു. മുൻഗണന ആ ഗുണത്തിന് കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. അതാണ് ലൈറ്റ് ബ്ലൂ കളർ കാണുന്നത്. ഡാർക്ക് ബ്ലൂ കളറാണ് കാണുന്നതെങ്കിൽ ആജ്ഞാചക്രം ആക്റ്റീവ് ആയിരിക്കുന്നു. ജ്ഞാനം എന്ന ഗുണം, അറിവ് നേടാനുള്ളതായിരിക്കുന്ന വാഞ്ചയും അറിവ് കൊണ്ട് ജീവിതത്തിലെ ശക്തിയും രണ്ടും അവരുള്ള ഉണർന്നെഴുന്നേൽക്കാനുള്ള സമയമായിരിക്കുന്നു എന്നർത്ഥം. അഥവാ വയലറ്റ് കളറാണെങ്കിൽ ആത്മ എന്നുള്ളതായിരിക്കുന്ന ബോധത്തിൻ്റെ ഉന്നതിയിലേക്ക് അവർ പെട്ടെന്ന് കയറുന്നു. ആ പരമാനന്ദത്തിൻ്റെ അനുഭൂതി അനുഭവിക്കാനുള്ള സമയം അവർക്ക് സമാഗതമാവുകയായി എന്നാണ് നമ്മുടെ ലക്ഷണം. അതുകൊണ്ട് ഈ കളറുകൾ എന്ന് വെച്ചാൽ അർത്ഥം ഓരോ കളറും ഓരോ ചക്രത്തിന് പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇവിടെ ഏത് കളറാണോ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് കാണുന്നത് ആ ചക്രത്തിലെ ഊർജ്ജമാണ് റിലീസാവുന്നത്. അഥവാ ആ വാല്യൂ നിങ്ങളുടെ ഉള്ളിൽ ആക്റ്റീവ് ആകുന്നു. ആത്മാവിൽ ആ ഊർജ്ജം, ആ മൂല്യം, ഊർജ്ജം കൈക്കൊണ്ടുകൊണ്ട് ലൈഫിലേക്ക് അപ്ലിക്കേഷനുള്ള തയ്യാറെടുക്കുന്നു എന്നർത്ഥം. കുറച്ചുകൂടെ നിങ്ങൾ ആ സമയത്ത് പരമാത്മാവിൽ നിന്ന് ആ ഊർജ്ജത്തെ, ആ വാല്യൂവിനെ കുറേയും കൂടെ അബ്സർവ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അതിൻ്റെ അഗാധമായിരിക്കുന്ന അനുഭൂതിയും ലൈഫിൽ അതൊരു ശക്തിയായി മാറാനുള്ള പ്രചോദനമായിട്ടും നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് കരുതി ഇങ്ങനെ കണ്ട് ലൈറ്റും കണ്ടില്ല, പാട്ടും കേട്ടില്ല, സെൻസേഷനും ഉണ്ടായില്ലെന്ന് എൻ്റെ മെഡിറ്റേഷൻ തെറ്റാന്ന് ആരും വിചാരിക്കേണ്ട. ഇതൊന്നുമല്ല. ചിലർക്ക് ഞെട്ടലും ഉണ്ടാവാറുണ്ട് ശരീരത്തിൽ നിന്ന്. സട്ടിൽ ബോഡി സ്ഥൂല ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാനായിട്ട്, അഥവാ രണ്ടും തമ്മിൽ സെപ്പറേഷന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ കോൺഷ്യസ് ലെവൽ ഹൈലി പവർഫുൾ ആണെങ്കിൽ യാതൊരു ഈ ബോഡിയിലുള്ളതായിരിക്കുന്ന സെൻസേഷൻസ് ഒന്നുമില്ലാതെ, ഈ കാഴ്ചകളൊന്നുമില്ലാതെ തന്നെയും ആത്മാവിന് പരമാത്മ സമീപത്തിൽ
ലോകത്തേക്ക് പറന്നു പോകാനും ആ ആനന്ദത്തിലും അനുഭൂതിയിലും നിറഞ്ഞിരിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മെഡിറ്റേഷൻ ശരിയുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. എനിക്കിതൊന്നും കാണുന്നില്ലല്ലോ അപ്പം എൻ്റെ മെഡിറ്റേഷൻ ശരിയല്ലേ എന്ന് ചോദിക്കരുത്. അതൊക്കെ അന്ധവിശ്വാസമായി മാറും. അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. വിശ്വാസത്തിൻ്റെയും ശരിയെ മനസ്സിലാക്കേണ്ടതിൻ്റെയും കാര്യങ്ങളേ ഉള്ളൂ. യാഥാർത്ഥ്യത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ അനുഭൂതികളാണ് ഈ കളേഴ്സൊക്കെ കാണുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കാനില്ല. നേരത്തെ ഞാൻ ആ കളർ കാണുമായിരുന്നു, ഇപ്പം എനിക്ക് കാണുന്നില്ല, എനിക്ക് നഷ്ടം വന്നു പോയോ, ഒരു ഭയത്തിൻ്റെയും കാര്യമില്ല. ആത്മബോധതലത്തിൽ ഞാൻ ജീവാത്മാ എന്നുള്ള കോൺഷ്യസ് പരമാത്മാവിൻ്റെ സാമീപ്യത്തിൻ്റെ അനുഭൂതി, അത് രണ്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ ആ ഈശ്വരൻ്റെ ബ്ലെസ്സിങ്, ആ ഛത്രഛായ അതെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഈശ്വരൻ്റെ തണലാകുന്ന കുടക്കീഴിൽ ജീവിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.